ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപ എന്ന സർവകാല റെക്കോർഡിൽ നിന്നുമാണ് സ്വർണം പതിയെ താഴ്ന്നിറങ്ങിയത്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടെ സ്വർണം സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ വൻതോതിൽ നിക്ഷേപകർ വാങ്ങിക്കൂട്ടിയതാണ് വില ഉയർന്നതിന്റെ പ്രധാന കാരണം. എന്നാൽ ഡോളർ ശക്തി പ്രാപിച്ചതോടെ സ്വർണ്ണവില വൻതോതിൽ ഇടിയുന്നതിനും കഴിഞ്ഞ 6 മാസത്തിനിടെ വിപണി സാക്ഷ്യം വഹിച്ചു. ഇന്ന് 1,32,240 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ആഗോള വിപണിയിലെ ശക്തമായ ചലനങ്ങളാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തോടെ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില വലിയ തോതിൽ ഇടിഞ്ഞിരുന്നു. ഇതോടെ സ്വർണ്ണവിലയിലെ കുതിപ്പ് അവസാനിക്കുകയാണെന്ന തരത്തിൽ പല സാമ്പത്തിക വിദഗ്ധരും പ്രതികരിച്ചു. എന്നാൽ സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത് തുടരുന്നിടത്തോളം വില താഴില്ലെന്ന റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തുവരുന്നത്. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളിൽ അനിശ്ചിതത്വം വർദ്ധിച്ചു വരുന്നതിനാൽ തന്നെ ഏറ്റവും വിശ്വസനീയമായ കരുതൽ ശേഖരമായി സ്വർണത്തെ തന്നെയാണ് കേന്ദ്ര ബാങ്കുകൾ തിരഞ്ഞെടുക്കുന്നത്. ആഗോള രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ വർദ്ധിക്കുന്നതും രാജ്യങ്ങളുടെ പൊതുകടം ഉയരുന്നതുമാണ് സ്വർണത്തിന് ഡിമാൻഡ് കൂടാൻ കാരണം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ രാജ്യത്തിന്റെ സമ്പത്ത് സംരക്ഷിക്കാൻ സ്വർണത്തെക്കാൾ മികച്ചൊരു മാർഗമില്ലെന്നാണ് ബാങ്കുകളുടെ നിലപാട്. അതേസമയം സ്വർണ്ണവില ഉയരുന്നത് കേന്ദ്ര ബാങ്കുകൾക്കും ഇരുട്ടടിയാണ്. സ്വർണം വാങ്ങുന്നതിനുള്ള ചെലവുകൾ ബാങ്കുകൾക്ക് വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ വില കൂടിയാലും വിപണിയിൽ സ്വർണത്തിനുള്ള ഡിമാൻഡ് കുറയില്ലെന്ന കാരണത്താൽ ബാങ്കുകൾ സ്വർണം വാങ്ങുന്നത് തുടരുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. വരും വർഷങ്ങളിൽ തങ്ങളുടെ സ്വർണ്ണശേഖരം വർദ്ധിപ്പിക്കാൻ ബാങ്കുകൾ പദ്ധതിയിടുന്നതായും വാർത്തകളുണ്ട്. സ്വർണ്ണവില റെക്കോർഡ് നിലവാരത്തിൽ നിൽക്കുമ്പോഴും വരും വർഷങ്ങളിലും വില ഉയരുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര ബാങ്കുകൾ. 2027 ജൂണോടെ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $5,000 മുതൽ $6,000 വരെ ഉയർന്നേക്കുമെന്നാണ് അന്താരാഷ്ട്ര സാഹചര്യങ്ങളെ മുൻനിർത്തി പലരും പ്രവചിക്കുന്നത്. അതായത് കേരളത്തിൽ 1.5 ലക്ഷത്തിന് മുകളിലേക്ക് വില എത്തുമെന്ന് ചുരുക്കം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിപണി നേരിടുന്ന ഭീഷണികളിൽ ഇന്ന് വലിയ മാറ്റം വന്നിട്ടുണ്ട്. മുൻപ് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര തർക്കങ്ങളായിരുന്നു പ്രധാനമെങ്കിൽ ഇപ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങളും അമേരിക്കയുടെ വിദേശ നയങ്ങളിലെ അസ്ഥിരതയും ഊർജ്ജ പ്രതിസന്ധിയും ഒക്കെ ആശങ്കകൾ സൃഷ്ടിക്കുകയാണ്. അതിനാൽ വരും വർഷങ്ങളിൽ സ്വർണം വാങ്ങുന്നതിന്റെ വേഗത കുറഞ്ഞാലും ദീർഘകാല അടിസ്ഥാനത്തിൽ സ്വർണത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരടക്കം പറയുന്നത്. അതേസമയം ആഗോള വിപണിയിൽ സ്വർണ്ണവില ഇനിയും കുറയുമെന്ന് അഭ്യൂഹങ്ങൾ വന്നതിന് പിന്നാലെ പലരും കയ്യിലുള്ള പഴയ സ്വർണം വിറ്റ് പണമാക്കി. സ്വർണം വാങ്ങാൻ എത്തുന്നവരെക്കാൾ കൂടുതൽ വിൽക്കാൻ എത്തുന്നവരാണെന്ന് സ്വർണ്ണ വ്യാപാരികളും പറയുന്നു. അത്തരത്തിൽ കൂട്ടത്തോടെ സ്വർണം വിറ്റഴിച്ചതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വർണ്ണവില വലിയ തോതിൽ ഇടിയാൻ കാരണമായത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.